ജമാഅത്തെ ഇസ്ലാമിയുടെ വിമർശനങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തേതല്ല. ജന്മം കൊണ്ട് അന്ന് മുതൽ തന്നെ വിമർശനങ്ങളുടെ കൂരമ്പുകളേറ്റ അതിനെ അഭിമുഖീകരിച്ചും അതിജീവിച്ചും നല്ല പ്രതിരോധ പാടവത്തിൽ വളർന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ അത്രയൊന്നുമില്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കുനിയാൻ പറയുമ്പോൾ കുനിയുകയും പാകപ്പെടുകയും പാകപ്പെടുത്തപ്പെടുകയും ഒക്കെ ചെയ്ത എല്ലാ വിഭാഗത്തെയും നിങ്ങൾ എന്തിനാണ് ഈ തീവ്രവാദ ചാർപ്പ് ചാർത്തുന്നത് എന്ന് ആലോചിക്കേണ്ടത്. ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം, ഈ അന്വേഷണം, ഈ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടുള്ള ഈ ചാപ്പകുത്തൽ എന്തേ NSSന് നേരെ നടക്കാത്തത്, എന്തേ SNDPക്ക് നേരെ നടത്താത്തത്, എന്തേ BJPയുടെ ഘടകകക്ഷിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന BDJSന് നേരെ നടക്കാത്തത്, എന്തേ ഇത്രയും കാലം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നടത്തിയ പ്രസ്താവനയുടെ ഒരു 0.5% സംഘപരിവാറിന് നേരെ എന്ന പോലെ കാസയ്ക്ക് നേരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാത്തത്. കാസയ്ക്ക് നേരെ വിമർശനമില്ല, സംഘപരിവാറിന് നേരെ വിമർശനമില്ല, അതുപോലെ തന്നെ BDJSന് നേരെ വിമർശനമില്ല. ആകെ കേരളത്തിന്റെ പ്രശ്നം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. സ്ഥാനാർത്ഥിയും വിജയിക്കാത്ത വിധം മുസ്ലിം കമ്മ്യൂണിറ്റി ദേശീയ തലത്തിൽ സംഘപരിവാറിനെതിരെ ഒറ്റക്കെട്ടായി ഇലക്ഷൻ നേരിട്ട ഒരു ഇലക്ഷനാണ് കഴിഞ്ഞ തവണ പിന്നിട്ടത്. അതുപോലെ തന്നെ വഖഫ് ബില്ലിന്റെ കാര്യത്തിലും കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമോഫോബിയയുടെ കാലഘട്ടത്തിലും ഇസ്ലാമിക സമൂഹം, മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ നേരിടുന്നത് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. മുജാഹിദ് പ്രസ്ഥാനവുമായിട്ട്, അതുപോലെ തന്നെ സുന്നി പ്രസ്ഥാനങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ മറ്റിതര മതസംഘടനകൾക്കിടയിൽ വിയോജിപ്പുകൾ ധാരാളമായിട്ടുണ്ടാകാം. പക്ഷേ ഇസ്ലാമോഫോബിക്കായ ഒരു സിറ്റുവേഷനെ നേരിടുന്നിടത്ത് ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. അതേസമയം അതിനകത്തും മഴുത്തായകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം അറിയാത്ത കാര്യമല്ല എന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. 1980-കളിൽ ശരീഅത്ത് വിവാദ കാലത്ത് ഈ സമുദായത്തെ നെടുക പിളർത്താൻ മഴുത്താഴ അന്വേഷിച്ചവർ വളരെ ഭംഗിയായിട്ട് ഈ സമുദായത്തെ പിളർത്തി എന്നുള്ളത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേ സ്വഭാവത്തിൽ തന്നെയാണ് ഈ കാലഘട്ടത്തിലും സമുദായത്തിനകത്തും മഴുത്താഴ അന്വേഷിക്കുന്നിടത്താണ് CPM ഉള്ളത്. മഴുത്താഴയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിചാരവുമില്ലാതെ ആയുധമാവുക എന്നുള്ളതാണ്. ഞാൻ പറയുക, അവർ ആത്മപരിശോധന നടത്തണം എന്നുള്ളതാണ്. സയ്യിദ് മൗദൂദിയല്ല എന്ന് പറയുമ്പോൾ മൗദൂദിയെ തള്ളി എന്നാണ് പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ സയ്യിദ് മൗദൂദി സാഹിബ് തന്നെ തുടക്കത്തിലെ പറഞ്ഞതാണ്, ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഷെയ്ഖല്ല, അതുപോലെ തന്നെ ഷെയ്ഖ് മുരീദ് ബന്ധമല്ല, ഇതിന്റെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനും തിരുച്ചെല്ലിയുമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെയും തിരുച്ചെല്ലിയുടെയും ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിന് നിരക്കാത്തത് എന്താണോ ചെയ്യുന്നത് അത് തിരുത്താൻ ജമാഅത്തെ ഇസ്ലാമി സന്നദ്ധമാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.